രാത്രിയത്തേക്ക് ചോറിന് എന്താ ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാട്ടോ നമ്മുടെ കൂണ് വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന കാര്യം ഓർത്തത്. ശരിക്കും പറയുകയാണെങ്കിൽ രാവിലെ ഉണ്ടാക്കാൻ നടന്നിട്ടത് വാങ്ങിയിട്ടുണ്ടായിരുന്നത്, പക്ഷെ ഞാൻ മറന്നു ഈ ഒരു സംഭവം വാങ്ങിയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ വേഗം മീൻ ഇരിക്കണത് വറുത്ത് വെച്ചു കേട്ടോ ഫസ്റ്റ് തന്നെ. എന്നിട്ട് ഞാൻ വേഗം നമ്മുടെ കൂണ് നന്നാക്കാൻ നോക്കിയിട്ടേക്ക്. സത്യം പറഞ്ഞാൽ കൂണ് നന്നാക്കേണ്ട വിധം അറിയില്ല. ഞാൻ അമ്മേനെ വിളിച്ച് ചോദിച്ചിട്ടൊക്കെയാണ് ഞാനിത് നന്നാക്കി ചെയ്തിട്ടാ. പിന്നെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് കുറേ നേരം വെച്ചു. അപ്പോഴേക്കും ഞാനിത് ഗ്രേവി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സബോളയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ നന്നാക്കുന്നുണ്ട് കേട്ടോ. തേജപ്പം അവിടെ ഇരുന്നിട്ട് നല്ല കളിയിലാണ്. എന്നിട്ട് വേഗം ഗ്രേവി റെഡിയാക്കണേ. സാധാ നമ്മൾ മുട്ടക്കറി ഉള്ളിക്കറി ഒക്കെ വെക്കില്ലേ, അതേപോലെ ഏട്ടാ ഞാൻ ഗ്രേവി ആക്കിയത്. ടൊമാറ്റോ ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിക്കുക ചെയ്തെന്ന് മാത്രം നുറുക്കിയിടലാട്ടോ ചെയ്തത്. പിന്നെ ഇതേ കൂണ് നന്നായി കഴുകിയിട്ടോ, നല്ല വെള്ളത്തിലും മഞ്ഞപ്പൊടി വെള്ളത്തിലൊക്കെ കഴുകിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അത് ചെറുതായി നന്നാക്കി ഇട്ടോ, കാരണം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കൂണ്. അങ്ങനെ ഇതേ സബോളയും തക്കാളിയൊക്കെ വാടിയതിന് ശേഷം മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുത്തു കേട്ടോ. പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മുടെ കൂണൊക്കെ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നന്നായി വെന്ത് വരാൻ വേണ്ടിയിട്ട്. ആ നേരം കൊണ്ട് തന്നെ ഗ്രേവി നല്ല കുറുകുറുന്നനാവും ചെയ്യല്ലോ. പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി തേജപ്പൻ്റെ അടുത്തൊക്കെ ഒന്ന് നടന്ന് നോക്കി വന്നപ്പോഴേക്ക് സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടു. അങ്ങനെ അതിൻ്റെ മണം അടിച്ചിട്ട് തോന്നുന്നു തേജുവിന് ചോറ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേഗം ചോറും നമ്മുടെ മീൻ വറുത്തതും കൂണും ഒക്കെ കൂടിയിട്ട് അവന് കൊടുത്തു കേട്ടോ. സാധാരണ വിൻഷേട്ടൻ വന്നിട്ടേ കഴിക്കാറുള്ളൂ കേട്ടോ. കൂടുതലും നമ്മൾ അങ്ങനെയാണ്. ഇതുപോലെ അവൻ വേണമെന്ന് പറഞ്ഞ ദിവസം അവന് നേരത്തെ കൊടുക്കൂട്ടോ. അപ്പോൾ അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന നേരത്തെ തന്നെ വിൻഷേട്ടൻ വരും ചെയ്തു. വിൻഷേട്ടൻ അതേ കയറി വരുമ്പോൾ മസാലയുടെ സ്മെല്ലടിച്ചിട്ട് എന്താ സ്പെഷ്യൽ എന്നും ചോദിച്ചിട്ടായിട്ട് കയറി വരുന്നുണ്ടായിരുന്നത്. പിന്നെ അത് ലഡും ജിലേബിയും പഴംപൊരിയൊക്കെ ഞങ്ങൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം ചെന്ന് വിൻഷേട്ടൻ കുളിച്ച് കൈയൊക്കെ കഴുകിയിട്ട് ചോറുണ്ണാൻ വന്നിരുന്നു. രാവിലത്തെ ബീൻസും ക്യാരറ്റ് ഉപ്പേരും കൂടി ഇരിക്കണ്ടായിരുന്നു കേട്ടോ. അതും കൂടി ഞാൻ വിൻഷേട്ടന് കൊടുത്തു. അങ്ങനെ ചോറൊക്കെ വിളമ്പിയിട്ട് വിൻഷേട്ടൻ കഴിക്കണേൻ്റെ ഒപ്പനായിട്ട് എനിക്കും വരുത്തന്നത്. ഇനി കൂടുതൽ പ്ലേറ്റ് പരത്തിയിട്ട് നമുക്ക് മോറി ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒറ്റ പ്ലേറ്റ് നിന്നായിട്ട് ഞങ്ങൾ രണ്ടാളും കഴിച്ചത്. അത് കണ്ടപ്പോൾ തേജുവിനും വേണമെന്ന് പറഞ്ഞിട്ട് അവനും വാങ്ങി കഴിക്കുന്നുണ്ട്. അവനാണെങ്കിൽ മീൻ മാത്രം വാങ്ങി കഴിക്കാനായിട്ട് നിൽക്കണത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.